നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാനം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. രതിയിലെ പ്രകമ്പനം എന്നാണ് ഈ ധ്യാനത്തിൻ്റെ നാമം. വളരെ ശ്രദ്ധാപൂർവം നിങ്ങളതിനെ കേട്ട് നിങ്ങളത് അനുഭവിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കും. ഈ രതിയിലെ പ്രകമ്പനം, അതിനെക്കുറിച്ച് ശിവൻ പറഞ്ഞത്, ആലിംഗനത്തിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഉലകളെ പോലെ പ്രകമ്പനം കൊള്ളുമ്പോൾ ആ പ്രകമ്പനത്തിൽ പ്രവേശിക്കുക എന്നാണ്. നടരാജ നടനത്തെ പോലെ, ഇല്ലെങ്കിൽ ഭൂമിയുടെ ഒരു പ്രകമ്പനം, ഭൂമിയുടെ അന്തർധാരയിൽ നിന്ന് ഇൻവിസിബിൾ ഇൻഹെഡഡ് ആയി കാണപ്പെടുന്ന, കേൾക്കപ്പെടുന്ന ഒരു പ്രകമ്പനം. അത് വളരെ സാർവത്രികമായ രീതിയിൽ ഓരോ ജീവികളിലും തൃഷ്ണ, ലൈംഗികതയുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ധ്യാനം കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയങ്ങൾ ഉലകളെ പോലെ പ്രകമ്പനം കൊള്ളുന്ന ആലിംഗനത്തിൽ അത്ര ഗാഢമായ ഒത്തുചേരലിൽ പ്രിയനോടോ പ്രിയയോടോ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഉലകളെ പോലെ പ്രകമ്പനം കൊള്ളാൻ ആ പ്രകമ്പനത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് ഭീതി പോലും തോന്നാറുണ്ട്. ലൈംഗിക വീഴ്ചയിൽ ശരീരങ്ങളെ അധികം ചലിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ശരീരങ്ങൾ അധികം ചലിക്കാൻ അനുവദിച്ചാൽ ലൈംഗിക വീഴ്ച ശരീരമാസകലം വ്യാപിക്കും. അനിയന്ത്രിതമായ ഒരവസ്ഥ സംജാതമാകും. അതിനെ ലൈംഗിക കേന്ദ്രത്തിൽ ഒതുക്കി നിർത്തിയാൽ, അതിന്മേൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ, നിയന്ത്രണം മനസ്സുകൊണ്ട് ഏകീകരിച്ചു കഴിഞ്ഞാൽ, ഒതുക്കി നിർത്തിയാൽ, ഈ ശരീരമാസകലം വ്യാപിക്കുന്ന ഒരു പ്രകമ്പനത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മനസ്സ് നിയന്ത്രണ വിധേയമായിരിക്കും. മനസ്സ് നിയന്ത്രണ വിധേയമായിത്തീരും. എന്നാൽ അത് ശരീരം മുഴുവൻ വ്യാപിച്ചാൽ അതിനെ നിയന്ത്രിക്കുക അസാധ്യമാണ് താൻ. അതിനെ നിങ്ങൾ പ്രകമ്പനം കൊള്ളാൻ തുടങ്ങും മുൻപേ നിങ്ങൾ നിലവിളിച്ചേക്കാം. ശരീരത്തിന് പ്രാമുഖ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുക അസാധ്യമാണ്. മനസ്സിനാണ് ഇവിടെ പ്രാമുഖ്യം കൈവരിക്കേണ്ടത്. നാം ചലനത്തെ അടിച്ചമർത്തി, പ്രത്യേകിച്ച് ലോകമെമ്പാടും സ്ത്രീയുടെ പ്രകമ്പനങ്ങളെ നാം അടിച്ചമർത്തുന്നു. അവർ മൃതദേഹങ്ങളെ പോലെ ചലനമറ്റ് കിടക്കുന്നു. നിങ്ങൾ അവരോട് എങ്ങനെ എന്തോ പെരുമാറുന്നു, ചെയ്യും. അവർ നിങ്ങളോടൊന്നും ചെയ്യുന്നില്ല. അവർ നിഷ്ക്രിയരായ പങ്കാളികളാണ്. അതിൽ അവർക്ക് ഭീതിയുണ്ട്. എന്തെന്നാൽ സ്ത്രീ ശരീരത്തിൽ
ആവേശത്തള്ളിച്ചയുണ്ടാകുമ്പോൾ ഒരു പുരുഷൻ അവളെ തൃപ്തിപ്പെടുത്താൻ പ്രയാസം നേരിടും. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. കാരണം സ്ത്രീക്ക് നിരന്തരമായ ഓർഗാസം രതിമൂർച്ചയുടെ ശൃംഖലകൾ തന്നെയുണ്ട് എന്നാണ് ശാസ്ത്രീയമായി പരിചയപ്പെടുത്തുന്നത്. പുരുഷന് ഒരു രതിമൂർച്ച മാത്രമേ ഉണ്ടാവൂ, സ്ത്രീക്ക് രതിമൂർച്ചയുടെ ശൃംഖല തന്നെ ഉണ്ടാകും. നിരവധി രതിമൂർച്ച ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സ്ത്രീക്കും ഒരു ശൃംഖലയിൽ നിന്ന് 3 രതിമൂർച്ചകളെങ്കിലും ഉണ്ടാകും. പുരുഷനാകട്ടെ ഒരൊറ്റ രതിമൂർച്ച മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പുരുഷൻ്റെ രതിമൂർച്ചയിലൂടെ സ്ത്രീ ഉണർന്നു കഴിഞ്ഞാൽ കൂടുതൽ രതിമൂർച്ചകൾക്ക് അവൾ തയ്യാറാകും. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പ്രതിസന്ധിയായി വരുന്നത്. ഒരു ഫോർപ്ലേയിൽ സ്പർശിക്കുക, പ്രകമ്പനം കൊള്ളുക, ശരീരത്തിലെ ഓരോ കോശവും നൃത്തം ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഇത് സംഭവിക്കണം. സ്പന്ദിക്കുന്ന കോശങ്ങളുമായി നിങ്ങളുടെ പ്രേമഭജനവും നൃത്തം വയ്ക്കുകയാണ്. അങ്ങനെ ഒരു സമചിത്തത കൈവരിക്കുന്ന അവസ്ഥ സംജാതമാക്കണം മനസ്സുകൊണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയുന്നുള്ളൂ. ആ അറിവ് മാനസികമല്ലതാണ്, നിങ്ങളുടെ ജൈവോർജങ്ങളുടെ മേളനങ്ങളാണ് അവ. പ്രകമ്പനം തികച്ചും അത്ഭുതകരമാണ്. കാരണം ലൈംഗിക വീഴ്ചയിൽ നിങ്ങൾ പ്രകമ്പനം കൊള്ളുമ്പോൾ ഊർജം ശരീരമാകെ പ്രസരിക്കുകയും ശരീരത്തിലെ ഓരോ കോശവും അതിൽ നിമഗ്നമാവുകയും ചെയ്യുന്നു. ഓരോ കോശവും ഒരു ലൈംഗിക കോശമായി മാറുന്നത് കൊണ്ട് അവയോരോന്നും സജീവമാകാൻ തുടങ്ങി. നിങ്ങൾ പിറവി കൊണ്ടത് ഒരു രണ്ട് ലൈംഗിക കോശങ്ങളുടെ മേളനത്തിലൂടെയാണ്. ആ 2 ലൈംഗിക കോശങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയുമുണ്ട്. അവ പലതായി പെരുകിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന ഘടകം ലൈംഗികോർജകോശം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശരീരമാസകലം വിറകൊള്ളുമ്പോൾ നിങ്ങളുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ അത് സജീവമാകും. അതിൽ ATP തന്മാത്രകളുടെ വിഘടനം ദ്രുതഗതിയിലാകും. അങ്ങനെ മാറാരോഗങ്ങൾ വരെ ആ സമയത്ത് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ താന്ത്രികത. അപ്പോൾ വിപരീത കോശവുമായി സമ്മേളിക്കുന്നത് കൊണ്ട് ഈ പ്രകമ്പനം സൂചിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ അതിൻ്റെ സജീവത, സാന്നിധ്യം, അതുപോലെ ATP തന്മാത്രകളുടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനം, അത് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും ഈച്ച് ആൻഡ് എവരി സെൽ അത് അനുഭവമാകും. അതൊരു നിറവ് പരിലസിക്കും. ഒരുപക്ഷെ അത് മൃഗസദൃശ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ജൈവികമായിട്ട് മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സംസ്കാരത്തിൻ്റെ കാരണശരീരത്തിൽ കൊളുത്തിവെച്ചിരിക്കുന്ന സംസ്കാരം, അതായത് കാർമിക് എപ്പിസോഡുകളുടെ ഓർമ്മകൾ മാത്രമാണ് മനുഷ്യനും മൃഗവും തമ്മിൽ വേർതിരിപ്പിക്കപ്പെടുന്ന മുഖ്യ ഘടകം. അപ്പോൾ ഈ പ്രകമ്പനം നിങ്ങളിൽ പ്രവേശിക്കുകയാണെങ്കിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ ഒഴിഞ്ഞു മാറാതിരിക്കുക എന്നുള്ളതാണ്. കാഴ്ചക്കാരനാകാതിരിക്കുക. കാരണം മനസ്സാണ് പ്രേക്ഷകൻ. നിങ്ങൾ മാറി നിൽക്കരുത്. പ്രകമ്പനത്തിൽ ലയിക്കുക, അതായി തീരുക. ശരീരം മാത്രമല്ല, നിങ്ങളുടെ സത്തയൊന്നാകെ സ്പന്ദിക്കുകയാണ്. നിങ്ങൾ പ്രകമ്പനം തന്നെയായിത്തീരുന്നു. അപ്പോൾ 2 ശരീരങ്ങളോ 2 മനസ്സുകളോ ഇല്ല. തുടക്കത്തിൽ പ്രകമ്പനം കൊള്ളുന്ന വിറയാറുന്ന 2 ഊർജങ്ങളാണുള്ളത്. ഒടുവിൽ ഒരൊറ്റ വൃത്തം മാത്രം അവശേഷിക്കും. നിങ്ങൾ 2ഉം ഇല്ല, ഒരു വൃത്തം മാത്രമായിട്ട് അവശേഷിക്കും. 2 അല്ല, 1 മാത്രം.
ഈ വൃത്തത്തിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ അസ്തിത്വപരമായ ഒരു ശക്തിവിശേഷത്തിൻ്റെ സാമൂഹിക മനസ്സിൻ്റെ എല്ലാ ഭാഗമായിത്തീരും. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ തന്നെ അവിഭാജ്യ ഘടകമാകും. ആ പ്രകമ്പനം മഹത്തായ സൃഷ്ടിയുടെ നിമിഷമാണ്. ശരീര ഗുരുത്വം തന്നെ ലയിച്ചില്ലാതാവുന്നു. നിങ്ങൾ പരസ്പരം ഒഴുകി ലയിക്കുന്ന ലായനികളായിത്തീരുന്നു. മനസ്സില്ല, വിഭജനമില്ല, നിങ്ങൾക്ക് ഒരു ഏകത്വമുണ്ടാകും. ഇത് അദ്വൈതമാണ്. രണ്ട് എന്ന അവസ്ഥയുടെ നിരാസം, വിപരീതം, രണ്ടല്ലാത്ത ഈ അവസ്ഥ, ദ്വൈതം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്വൈതത്തെ സംബന്ധിച്ച തത്വശാസ്ത്രങ്ങളെല്ലാം വ്യർത്ഥമായിത്തീരും. രണ്ടല്ലാത്ത അസ്തിത്വത്തിൻ്റെ ഈ നിമിഷത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഉപനിഷത്തുക്കൾ മനസ്സിലാവുകയുള്ളൂ, മഹർഷിമാരെന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ, ധ്യാനം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇസോട്രിക് സയൻസിനെ കുറിച്ചുള്ള അവബോധം നിങ്ങളിൽ പുനരാവിഷ്കരിക്കപ്പെടുകയുള്ളൂ. പൂർണ്ണത, പ്രാപഞ്ചികമായ ഏകത്വം, പൂർണ്ണത, ഇവ എന്താണെന്ന് അറിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വിഭിന്നമോ പ്രപഞ്ചത്തിന് അന്യമോ അല്ല, ജീവസുറ്റവനും പ്രകമ്പിതനുമായിരിക്കുക. ഒപ്പം ആ കമ്പനം തന്നെ നിങ്ങളെ ഒരു മഹാവിസ്ഫോടനത്തിലേക്ക് നയിക്കും. അത് നിങ്ങളുടെ ശരീരത്തിലെ എൻ്റയർ ബോഡി, ഈച്ച് ആൻഡ് എവരി സെല്ലിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയും ATP തന്മാത്രകളുടെ പ്രവർത്തനം, മൈറ്റോകോൺട്രിയയുടെ സാന്നിധ്യത്തിൻ്റെ വർധനവും മൂലം നിങ്ങളിൽ നിന്ന് മാരകമായിട്ടുള്ള രോഗങ്ങൾ മാറാൻ വരെ അത് ഉതകുന്ന ഒരു മഹത് വിദ്യയായിട്ട് പരിണമിക്കും. ഇനി പങ്കാളി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്വമേധയാ ചെയ്യാവുന്നതാണ്. ഇതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ട് ലൈംഗികതയുടെ ഒരു ബഹിസ്ഫുരണമായിട്ടുള്ള ഒരൊറ്റ ഏകകമാണ്. അപ്പോൾ നിങ്ങളിൽ തന്നെ ഈ ആണും പെണ്ണും, മെയിൽ ആൻഡ് ഫീമെയിൽ, ബൈപോളാർ ഇൻ നേച്ചർ, അത് നിങ്ങളിൽ തന്നെയുണ്ട്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന, അതിനെ രണ്ടിനെയും കൂടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മെയ്റ്റിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ പ്രകമ്പനം ആക്കി തീർക്കാൻ സാധിക്കും. അങ്ങനെയുള്ള നടനം എന്ന് പറയുന്ന പ്രകമ്പനത്തിലേക്ക്, അതിലൂടെ ഉള്ള ഒരു ധ്യാനത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് മറ്റ് ധ്യാനങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് ഒരു വ്യക്തി വളരുകയുള്ളൂ. നിങ്ങൾ അസ്തിത്വം നിങ്ങളുടെ സ്വന്തം ദേഹമായിത്തീരുന്നു. ഞാനിപ്പോൾ അസ്തിത്വമാകുന്ന സ്വഗ്രഹത്തിലാണ് എന്ന ബോധത്തോടെ എല്ലാ ഉത്കണ്ഠകളും ഇല്ലാതാകുന്നു. അപ്പോൾ ആകാംക്ഷയോ സംഘർഷമോ ഇല്ല. ഇതിനെയാണ് ലവോത്സു താവോ എന്ന് പറഞ്ഞത്. ഇതിനെയാണ് ശങ്കരൻ അദ്വൈതം എന്ന് പറഞ്ഞത്. നിങ്ങൾക്കതിനെ വിശദീകരിക്കാൻ സ്വന്തമായ ഒരു വാക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ. എന്നാൽ പ്രണയപൂർവമായ ഒരു ഗാഢാലിംഗനത്തിലൂടെ അതിനെ അനുഭവിക്കാൻ എളുപ്പമാണ്. അങ്ങനെ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുകയും, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിസിബിളായിട്ടുള്ള പങ്കാളിയിലും ഈ ധ്യാനത്തിൻ്റെ പരിശീലനം നിങ്ങൾ രണ്ടുപേർ ചേർന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിശ്രാന്തിയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഏത് ധ്യാനത്തെയും നിങ്ങൾക്ക് അനായാസേന കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏത് നിമിഷങ്ങളെയും നിങ്ങൾക്ക് ഊഷ്മളമാക്കി മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. ഏത് സാഹചര്യത്തെയും നിങ്ങൾക്ക് ധൈര്യപൂർവം അഭിമുഖീകരിക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു സ്ലേവറി, അടിമത്തത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിമോചനം സംജാതമാകും. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും പരീക്ഷിക്കാവുന്നതാണ്. റേക്കിയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്കിത് ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്തു തീർക്കാവുന്നതാണ്. അങ്ങനെ ഒരു പ്രകമ്പന ആത്മകമായിട്ടുള്ള ഒരവസ്ഥയിൽ നിങ്ങളുടെ ഈ സെക്ഷൽ പൊട്ടൻഷ്യാലിറ്റി എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജി ബോഡി അത് അവിടെ പുനർജനിക്കും. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഓറ പുനർജനിക്കുകയുള്ളൂ. അതിങ്ങനെ ഒരു സീഡ് ഫോമിൽ കിടക്കുന്ന ആ ഓറയെ
പുനർജനിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു 18 ഇഞ്ച് അകലത്തിലായിട്ട് അങ്ങനെ നിൽക്കുന്ന ആ ഇതിനെ സോൾ എംബ്രിയോ എന്ന് പറയുന്നത്. ആ സോൾ എംബ്രിയോ അത്രയും ദൂരത്തിൽ നിങ്ങളിലേക്ക് ഇങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഓൾ വാക്സ് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒരു പ്രകാശം ഇങ്ങനെ എൻ്റെ മുൻപിലുണ്ടായിരിക്കും, അത് എൻ്റെ പിന്നിലുണ്ടായിരിക്കും, ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഉണ്ടായിരിക്കും, അത് ഞാൻ ചെല്ലുന്ന എല്ലായിടത്തും ഉണ്ടായിരിക്കും. ഇതെല്ലാ മനുഷ്യായനങ്ങളിലും ഉള്ള ഒരു സത്വമാണ്. ആ സത്വത്തെ നിങ്ങൾ ആദ്യം ഉണർത്തുക, നിങ്ങളുമായി ബന്ധപ്പെടുന്നവരെ അതിലേക്ക് ഉണർത്താൻ ഉള്ള പ്രേരണ നിങ്ങൾ ചെലുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിത്ത് ലവ്, ലൈറ്റ് ഓഫ് ഫെയ്ത്ത്.